വളരെ പെട്ടെന്ന് പ്രശസ്തിയും പണവും ലഭിക്കുന്നവരാണ് ഇൻഫ്ലുവൻസർമാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുടുംബമാണ് അഹാന കൃഷ്ണയുടേത്. സിനിമാ മേഖലയിൽ അഹാനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനായില്ല. എന്നാൽ സോഷ്യൽ മീഡിയ അഹാനയുടെ ജീവിതം മാറ്റിമറിച്ചു. അഹാനയുടെ പാത പിന്തുടർന്ന് കുടുംബവും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നു. ഇന്ന് ഏവർക്കും പ്രിയങ്കരനാണ് അഹാനയും കുടുംബവും. എന്നാൽ കടുത്ത ആരോപണങ്ങൾ അഹാനയ്ക്ക് നേരെ വന്ന ഒരു കാലമുണ്ടായിരുന്നു. അഹാന, ദിയ കൃഷ്ണ എന്നിവർക്ക് നേരെയാണ് ആരോപണങ്ങൾ വന്നത്. ഇക്കാര്യം റെഡ്ഡിറ്റിൽ വീണ്ടും ചർച്ചയാവുകയാണ്. പഠനകാലത്ത് അഹാനയും ദിയയും സഹപാഠികളെ ബുള്ളി ചെയ്യുന്നവരാണെന്ന് പരക്കെ ആരോപണം വന്നിരുന്നു. അഹാനയ്ക്കെതിരെ ഒരിക്കൽ കടുത്ത സൈബർ ആക്രമണം വന്നു. അന്ന് ഇവർക്ക് മറുപടിയായി അഹാന ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന പേരിൽ ഒരു വീഡിയോ ഇറക്കി. അന്നാണ് അഹാനയ്ക്കും ദിയയ്ക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണം വന്നത്. ഇതാണ് റെഡ്ഡിറ്റിൽ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് അഹാനയും ഗ്യാങ്ങും കണ്ട രണ്ട് പെറ്റതുപോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുള്ളി ചെയ്തെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ തന്നെ തകർത്തെന്നും ഇത് കാരണം തെറാപ്പി തേടേണ്ടി വന്നെന്നും ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുന്നു. സമാനമായി ദിയ കോളേജ് കാലത്ത് ബസ്സിൽ വെച്ച് അപമാനിച്ച് സംസാരിച്ചെന്നും റാഗ് ചെയ്തെന്നും കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞിരുന്നു. ഈ കുടുംബത്തിന് പണവും പ്രശസ്തിയുമുണ്ട്. പക്ഷേ ഭൂരിഭാഗം മലയാളികളിൽ നിന്നും ആത്മാർത്ഥമായ ബഹുമാനം ലഭിക്കുന്നില്ല. ഒരാളും സിനിമാ രംഗത്ത് ശോഭിച്ചില്ല. കർമ്മഫലമാണെന്ന് കരുതുന്നു എന്നാണ് റെഡ്ഡിറ്റിൽ വന്ന ഒരു കമന്റ്. 2020 ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശബ്ദരേഖകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അഹാനയുടെയും ദിയയുടെയും പുതിയ ആരാധകർക്ക് അന്ന് വന്ന ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല. അന്ധമായി ഇവരെ ആരാധിക്കുകയാണെന്നും റെഡ്ഡിറ്റിൽ വിമർശനമുണ്ട്. അഹാനയെ ഇന്ന് നന്മയുടെ നിറകുടമായി കാണുന്നവർക്ക് പഴയ കാര്യങ്ങൾ അറിയില്ലെന്നും വാദമുണ്ട്.